അതെ, ആ മനുഷ്യൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ കാശ്മീരിയത്തുണ്ട്, സഹിഷ്ണുതയുടെ മനോഹാരിതയുണ്ട്, ചേർത്തുവെക്കലിൻ്റെ ഏറ്റവും സ്നേഹോജ്വലമായ അനുഭവസാക്ഷ്യങ്ങളുടെ പാഠമുണ്ട്. അയാൾ ആരാണ് എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. കാരണം ആ രാഹുൽ ഗാന്ധി എന്ന കാണുന്ന വ്യക്തിക്കപ്പുറം അയാൾ രൂപപ്പെട്ടു വന്ന, അയാൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ ഒരു ലോകമുണ്ട്. ഒരുപക്ഷെ നാമൊക്കെ അത് വാർത്തകളായി വായിക്കുകയോ അല്ലെങ്കിൽ ചില പ്രത്യേക ദിനങ്ങളിൽ മാത്രം ഓർക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ അയാളിൽ അത് നിറഞ്ഞു നിൽപ്പുണ്ട് എന്നതാണ് സത്യസന്ധമായൊരു കാര്യം. നമ്മുടെയൊക്കെ വൃദ്ധരായ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ തന്നെ നമ്മുടെ ഓർമ്മ നശിക്കുന്നതുവരെയും നമ്മൾ മരിക്കുന്നതുവരെയും അത് വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മുത്തശ്ശിയും അച്ഛനും ഒക്കെ അങ്ങനെ കൺമുമ്പിൽ ചിന്നിച്ചിതറിപ്പോയ അതിൻ്റെ ബാക്കി പത്രങ്ങൾ ആ മനുഷ്യനിൽ നിറച്ചു വെക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും പാഠമുണ്ട്. വോട്ട് കൂടുതൽ കിട്ടിയെങ്കിലേ ഒരുപക്ഷെ അയാൾക്ക് പ്രധാനമന്ത്രിയാകാനാവൂ. പക്ഷേ അങ്ങനെ ആകാതെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനും ഒരു വലിയ മനുഷ്യനുമായി തീരാൻ എന്തിന് പദവിയും സ്ഥാനവുമൊക്കെ. ഞാനിത് ഓർത്തത് വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണ സമയത്ത് അദ്ദേഹം അമേരിക്കയിലായിരുന്നു, മറ്റോ ആയിരുന്നു. പരിപാടി റദ്ദ് ചെയ്ത് മടങ്ങിയതാണോ എന്നൊന്നും അറിയില്ല. കാരണം അദ്ദേഹത്തിനോടൊപ്പം വലിയ മാധ്യമപ്പടയില്ലെന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ എഴുതിയാൽ ആ എഴുതുന്നവരുടെ സ്ഥിതി പോലും വഷളായി പോകുന്ന ഒരു കാലത്താണ് കഴിഞ്ഞു പോകുന്നത്. അദ്ദേഹം തിരിച്ച് അങ്ങ് കാശ്മീരിലെത്തി പ്രയാസപ്പെടുന്നവരോട് ചേർന്ന് നിന്ന് സംസാരിച്ചു. പണ്ട് ഇതുപോലെയുള്ള ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിജി ചോദിച്ചത്, നിങ്ങളല്ലേ സർക്കാർ, നിങ്ങളുടെ കയ്യിലില്ലേ ആയുധം, നിങ്ങളുടെ കയ്യിലല്ലേ ആർമി, പിന്നെന്ത് ഇവരൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട 5-6 സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ആരും അത് ഉറക്കെ ചോദിക്കുന്നില്ലെങ്കിലും ഒരുപാട് ഭാരതീയരുടെ മനസ്സിൽ ആ ചോദ്യമുണ്ട്. ആ ചോദ്യം പോലും രാഹുൽ ഗാന്ധി ഇതുവരെ ചോദിച്ചില്ല. രാജ്യത്തോടൊപ്പം നിൽക്കാനും ചേർന്ന് നിൽക്കാനും വെറുപ്പിനെയും വിദ്വേഷത്തെയും ഭീകരാക്രമണത്തെയും നേരിടാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മെഴുകുതിരിയുമായി ഡൽഹി തെരുവീതികളിലൂടെ അദ്ദേഹം നടന്നു. അദ്ദേഹത്തിന് മുന്നിൽ വെറുപ്പിൻ്റെ കോട്ടയില്ല, വിദ്വേഷത്തിൻ്റെ മതിലുകളില്ല. അനൈക്യവും ഭിന്നതയുമാണ് ശക്തി എന്ന് തെളിയിക്കുന്ന സൂത്രവാക്യങ്ങളും ഉപയോഗിക്കാനുള്ള സൂത്രപ്പണികളും അദ്ദേഹം കാണിച്ചില്ല. അത്രമേൽ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ഒരു നാടിനെ ഉൾക്കൊണ്ട് ചേർന്ന് നിന്നാണ് പോകേണ്ടത്. അകലെ നിന്നുള്ള ഭീകരവാദത്തെ, അതിൻ്റെ വിത്തുകളെ ഇവിടെ എങ്ങനെ മുളപ്പിക്കണമെന്ന് പറയുന്ന കസ്റ്റമൈസ്ഡ് ഫാമിംഗ് ഉണ്ടല്ലോ, മണ്ണിലേക്ക് പറിച്ചു നടുന്ന അതിൻ്റെ രൂപപ്പെടുത്തലുകൾ, ആ ചിന്തകളിൽ അയാളിലുണ്ടായിരുന്നില്ല. എന്നാൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തും അത്തരം ചിന്തകൾക്കുതകും വിധമുള്ള സംഗതികൾ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ ഒരാളിനെ അടിച്ചു കൊന്നിട്ട് അയാൾ കാശ്മീരിനോടുള്ള പ്രതികാരമാണ് ഈ മുസ്ലിമിനോട് തീർത്തത് എന്ന് പറയുന്നവർ അംഗീകരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത് അത്രമേൽ വലിയ വിഷയമാക്കാത്ത ഒരു കാലത്തുകൂടി സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞ് തെരുവിലൂടെ നടക്കാൻ, ഒരു മെഴുകുതിരിയുടെ പ്രകാശത്തിനപ്പുറം ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ പ്രകാശമാകാൻ അദ്ദേഹമുണ്ട് എന്നുള്ളത് ഇന്നിൻ്റെ ആശ്വാസമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള മനുഷ്യരാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉണ്ടായിത്തീരേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് മുറിവുണക്കാനും സാധിക്കുകയുള്ളൂ. മുറിവ് കൂടുതൽ കൂടുതൽ അഴുകി വ്രണമായി അതിലൂടെ തങ്ങൾക്ക് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവരുടെ കാലത്ത് അങ്ങനെയും ഒരാൾ കടന്നു പോയിക്കോട്ടെ.